നമസ്കാരം. അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനല് സെറ്റായി. PSG ഇന്റർ മിലാനും തമ്മിലാണ് ജൂൺ 1 ഫൈനൽ മത്സരം കളിക്കുക. ഇന്നലത്തെ കളി ആഴ്സണലും PSG തമ്മിലുള്ള കളി എന്താ പറയുക, നമ്മൾ വിചാരിച്ച അത്ര ഒരു കളി എന്താ പറയുക, ഒരു ടാക്റ്റിക്കൽ മാച്ച് എന്നല്ലാതെ ഒരു അറ്റംപ്റ്റോ സ്കോറോ ഒന്നും വന്നില്ല. PSG ഫസ്റ്റ് ഒരു 15 മിനിറ്റ് ആഴ്സണൽ കളിച്ചു, പിന്നെ PSG ഏകാധിപത്യ കളിയായിരുന്നു. പക്ഷെ ആഴ്സണൽ വീണ്ടും പിന്നീട് കുറയ്ക്കാൻ തമ്മിൽ ഒരു നമ്പർ 9 എന്താ പറയുക, ഒരു നമ്പർ 9 ഇല്ലാത്ത ആഴ്സണലിന് വളരെയധികം അത് ബാധിക്കുന്നുണ്ട്. കാരണം നല്ല ക്രോസ് ബോളുകൾ, ടാപ്പിങ് ചെയ്യേണ്ട, ഹെഡ് ചെയ്യേണ്ട ബോളുകൾ ഒരാൾ അറ്റംപ്റ്റ് ചെയ്യാനുകൂടി ഇല്ലാതെ ബോൾ കടന്നു പോയിരുന്നത്. പിന്നെ ഫാബിയൻ റൂയിസിൻ്റെ ഗോളും അതുപോലെ അവരെ രണ്ടാമത്തെ ഗോളും PSG രണ്ടാമത്തെ ഗോളും വന്നതിൽ തന്നെ PSG ഏതാണ്ട് വിജയം ഉറപ്പിച്ച ലെവലായി. പക്ഷെ ബുക്കായ സാക്കക്ക് ഒരു ഗോൾ അടിച്ചു ചെയ്യും. ബുക്കായ സാക്ക് അതേപോലെ രണ്ടാമത്തെ ഒരു ഞെട്ടി കിട്ടി, അത് മേലെ കൂടെ പോയി. പക്ഷെ കളി ഒരു എന്താ പറയുക, ഒരു ആവറേജ് മാച്ച് എന്ന് നമുക്ക് പറയാമല്ലോ. അതിന് മാത്രമുള്ള മാച്ചൊന്നും ഉണ്ടായില്ല. എന്തായാലും PSG ഫൈനൽ അറിയിച്ചിരുന്നു. PSG കപ്പടിക്കാനും സാധ്യതയുണ്ട്. എന്നാലും വളരെ നല്ല ഒരു ഈ സീസണിൽ ടോപ്പ് ഈ എന്താ പറയുക, പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നൊരു ടീമായിരുന്നു PSG. ആ PSG പിന്നെ കണ്ടത് PSG മൊത്തത്തിൽ മാറണമാണ്. പണ്ട് ഈ പ്രീ ക്വാർട്ടറിൽ കയറാൻ വേണ്ടിയിട്ട് നടന്ന PSG-നല്ല പിന്നെ കണ്ടത്. PSG പിന്നീട് വന്നത് പ്രീ ക്വാർട്ടറിലാണെങ്കിലും പിന്നെ അവർ ലിവർപൂളിനെ തോൽപ്പിച്ചു, ആസ്റ്റൺ വില്ലനെ തോൽപ്പിച്ചു, ആഴ്സണൽ, എല്ലാ പ്രീമിയർ ലീഗിൻ്റെ ടീമുകളെ തോൽപ്പിച്ചിട്ടാണ് PSG കടന്നു വരുന്നത്. PSG-യുടെ കോച്ച് പറഞ്ഞത് ഞങ്ങൾ ഫാർമേഴ്സ് ലീഗാണ്, അതാണ് ഞങ്ങൾ ഫാർമേഴ്സ് ലീഗല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. PSG അസാധ്യ കളി കളിക്കണത്, ഒരു ടീമായിട്ടാണ് കളിക്കുന്നത്. അവർക്ക് നല്ല കോച്ചുണ്ട്. എന്തായാലും നമുക്ക് ഫൈനലിൽ ഇന്റർ മിലാനാണോ PSG-നെ കപ്പടിക്കാൻ നോക്കാം. താങ്ക് യു വെരി മച്ച്.